രൗദ്രതാണ്ഡവം. രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ. അവന്റെ ആ ചോദ്യം കേട്ടതും ഫോണിനപ്പുറം നിന്നവളുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. ഒരാവേശത്തിന് കയറി വിളിച്ചതാണ്. ദേവമ്മ ഏട്ടനെ വിളിച്ചപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരമല്ല ഏട്ടൻ പറഞ്ഞതെന്നറിഞ്ഞപ്പോൾ കരുതിയതാണ് നേരിട്ടൊന്ന് വിളിച്ചന്വേഷിക്കണം എന്നുള്ള ചിന്ത. പക്ഷേങ്കിലിപ്പോ അവനോട് കാര്യങ്ങൾ തിളക്കാൻ വല്ലാത്തൊരു ഭയം. ഹലോ സിദ്ധി, നീ എന്താ വിളിച്ചിട്ട് കാര്യം പറയാൻ നിൽക്കുന്നത്? എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാറിലേക്ക് കയറുന്നവൻ AC ഓണാക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഒന്നുമില്ല. ഒന്നുമില്ലേട്ടാ, ഞാൻ വെറുതെ. എവിടെയാ നീ? കോളേജിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതേ ഉള്ളോ? അതോ നീ കോളേജിലെത്തിയോ? സീറ്റ് ബെൽറ്റ് ഒന്നുകൂടെ മുറുക്കി പിടിച്ചിട്ടവൻ. ഞാൻ കോളേജിലേക്ക് പോകുന്ന വഴിയായിട്ടാ. വളരെ മെല്ലെയാണ് അവൾ മറുപടി പറഞ്ഞത്. തലേന്ന് രാത്രി അവനെ കാണാനുള്ള വെപ്രാളത്തിലും ബഹളത്തിലും ആഹാരം ശരിക്കും കഴിച്ചിരുന്നില്ല. പിന്നെ ഉറങ്ങിയപ്പോഴുള്ള ടെൻഷൻ കൊണ്ട് മരുന്നും എടുത്തില്ല. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റവൾ മുതൽ നല്ല വേദനയാണ് ശരീരത്തിന്. മുഖമാകെ വാടി ക്ഷീണിച്ചു പനിയുള്ളത് കൊണ്ട് തന്നെ അന്നും കൂടി വീട്ടിലിരിക്കാൻ അമ്മമ്മയും ദൈവമ്മയും ഒരുപാട് പറഞ്ഞതാണ്. പക്ഷേ ഒരുവന്റെ വിവരമറിയാൻ ആ വീട്ടിൽ നിന്നാൽ പറ്റില്ല എന്നുള്ള ഒറ്റ തോന്നലാണ് ഇത്രയും വയ്യാഴികയിലും കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിറങ്ങിയത്. പക്ഷേ ഇപ്പോൾ ആരിൽ നിന്നറിയണമെന്ന് ശ്രമിക്കുന്നു, അവനോട് തന്നെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ പാർത്ഥനോട് എന്ത് ചോദിച്ചവന്റെ വിവരമറിയുമെന്ന് ആ നേരം അവൾക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു. കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടാണോ മോളെ വിളിച്ചത്? അവൾക്ക് തന്നോട് എന്തോ പറയാനുണ്ട്, പക്ഷെ പറയാൻ സാധിക്കുന്നില്ല എന്ന തോന്നലിൽ പാർത്ഥൻ അവളോട് പലതും മാറിയും തിരിച്ചും ചോദിച്ചു. ഒരു പ്രശ്നവുമില്ലേട്ടാ. ആ ശബ്ദം വല്ലാതെ താന്നു. അപ്പോ കോളേജിൽ പ്രശ്നമില്ലെങ്കിൽ പിന്നെ വീട്ടിലാണോ നിനക്ക് പ്രശ്നം? എന്തൊക്കെയോ ഓർത്തുകൊണ്ടവൻ ചാടിക്കേറി ചോദിച്ചു. വിച്ചേട്ടൻ വിച്ചേട്ടൻ എവിടെ പാർത്ഥേട്ടാ? അതിൽ കൂടുതലൊന്നും പിടിച്ചു നിൽക്കാൻ അവൾക്ക് വയ്യായിരുന്നു. വംശിയോ? അവളുടെ ആ ചോദ്യം അവനെയും ഞെട്ടിച്ചുവെന്ന് സിദ്ധിക്കും മനസ്സിലായി. എങ്ങനെ ഞെട്ടിക്കാതിരിക്കും? കൺമുന്നിൽ കാണുമ്പോഴെല്ലാം അതുപോലെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന രണ്ടുപേരല്ലേ. എന്തിനാ നിനക്കിപ്പോ അവന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട്? സ്വാഭാവികമായും അവന്റെ മുഖം ചുരുങ്ങി. 3 ദിവസമായി പാർത്ഥേട്ടാ വിച്ചേട്ടൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. എപ്പോ വരുന്നെന്നോ പോകുന്നെന്നോ എന്നൊന്നും ആർക്കും അറിയില്ല. 1000 അസുഖമുള്ളൊരു അമ്മയാണ്. ദേവമ്മയ്ക്കാണെങ്കിൽ ആളെ കാണാതെ ഊണും ഉറക്കവും ഒന്നുമില്ല. തന്റെ അവസ്ഥയും അതുതന്നെയാണെന്ന് ആ നേരം അവൻ അവളോട് മനഃപൂർവ്വം മറച്ചുവെച്ചു. ഒരൊറ്റ നീട്ടിക്ക് അവളിങ്ങനെ പറഞ്ഞതും പാർത്ഥൻ ഒരു ദീർഘനിശ്വാസം എടുത്തു. വംശി, അവൻ എന്റെ ഫ്ലാറ്റിലുണ്ട് മോളെ. ഏ, അവിടെയുണ്ടോ? എങ്കിൽ അമ്മയോട് പറയട്ടെ അങ്ങോട്ട് വരാൻ. ദേവമ്മ കാണാൻ പോകുമ്പോൾ ഉറപ്പായും കൂടെ പോകണമെന്ന് നിയമിച്ചുകൊണ്ടവൾ ചാടിക്കയറി ചോദിച്ചു. വേണ്ട, അമ്മയോട് ഞാൻ ഒരു പ്രോജക്ടിന്റെ തിരക്കിലാണെന്ന് കള്ളം പറഞ്ഞേക്കാണ്. തൽക്കാലം അത് അങ്ങനെ തന്നെ പോട്ടെ. നീയായി തിരുത്താൻ പോണ്ട. അതെന്താ ഏട്ടാ? അങ്ങനെ ചോദിച്ചാൽ ശരിക്കുള്ള കാരണമൊന്നും എനിക്കറിയില്ല മോളെ. കഴിഞ്ഞ 3-4 ദിവസമായി അവന്റെ സ്വഭാവം ഭയങ്കര ബോറാണ്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ എന്തിനോ ദേഷ്യം. ആരോടൊക്കെയോ ഉള്ള ദേഷ്യവും വാശിയിലും എല്ലാം അവൻ കമ്പനിയിലെ സ്റ്റാഫിന്റെ പുറത്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ നടുക്ക് കിടന്ന് ഞാൻ മടുത്തു. ആരോടോ ഉള്ള ദേഷ്യവും വാശിയുമോ? ആരോടാ ഏട്ടാ? അവൻ പറഞ്ഞതില് അതുമാത്രമാണ് അവൾ കേട്ടത്. സിദ്ധിയുടെ ഉള്ളു പിടയാൻ തുടങ്ങി. ആർക്കറിയാം മോളെ, മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ചൊവ്വെ പറഞ്ഞാലല്ലേ ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റൂ. ഇതങ്ങനെയല്ല. സ്വന്തമായി ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടി ദേഷ്യം പിടിച്ചിട്ട് അവനും മനസ്സമാധാനം കാണില്ല, ബാക്കിയുള്ളവർക്കും അത് കൊടുക്കില്ല. പണ്ടേ അവന്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഇതിപ്പോ എന്റെ ഊഹം ശരിയാണെങ്കിൽ ആരോടോ ഉള്ള ദേഷ്യം മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട്. അതൊഴിഞ്ഞു പോകും വരെ പാവം ഈ ഞാനും സ്റ്റാഫുകളും ഒക്കെ ആ ചെകുത്താനെ സഹിക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് എനിക്ക് ജീവിതം തന്നെ അങ്ങ് തീർക്കാനാ തോന്നുന്നത്. ഫ്രസ്ട്രേഷനും ദേഷ്യവും ഒക്കെയായി പാർത്ഥൻ പല്ല് കടിച്ചു. ഏട്ടൻ ഏട്ടൻ ചോദിച്ചില്ലേ എന്താ കാരണമെന്ന്? പേടിച്ചുകൊണ്ടാണ് അവൾ അത് ചോദിച്ചത്. നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ചോദിക്കാതിരിക്കുമെന്ന്? ചോദിച്ചു. ഒന്നല്ല 1000 വട്ടം. പക്ഷെ വെട്ടുപോത്ത് ഒന്ന് അയയണ്ടേ? പാർത്ഥന്റെ മുഖം ഒന്നും കൂടി കോടി. എന്നിട്ടിപ്പോ വിച്ചേട്ടൻ എവിടെ? എവിടെ പോകാൻ? എന്റെ ഫ്ലാറ്റിലുണ്ട്. അപ്പോ ഇന്ന് കമ്പനിയിലേക്ക് വരുന്നില്ലേ? ആവോ, വരുന്നില്ല പോലും. സാധാരണ ഭൂമി കുലുങ്ങിയാൽ പോലും കമ്പനിയിൽ വരാതിരിക്കാത്തവനാ. അവനോടാണ് എന്നോട് പറഞ്ഞേക്കുന്നത് അവന് സുഖമില്ല പോലും.
അതെങ്ങനെയാ? ആഹാരം കഴിച്ചിട്ട് ഇന്നേക്ക് 3 ദിവസമായില്ലേ? എനിക്ക് തോന്നുന്നത് സുഖമില്ലാത്തത് അവന്റെ ശരീരത്തിനല്ല, മനസ്സിനാണെന്നാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയാന്ന് തോന്നും ഇപ്പൊ വെള്ളവടിയും തുടങ്ങിയിട്ടുണ്ട് സാറ്. ഏ, വെള്ളമടിയോ? ഞെട്ടുന്നതിനൊപ്പം അവളുടെ ശബ്ദവും വിറച്ചു. പറയുന്ന ഓളത്തിനങ്ങ് പറഞ്ഞു പോയതാണ്. പക്ഷെ പെണ്ണ് പേടിക്കുമെന്ന് കരുതിയില്ല. പെണ്ണിന്റെ ആ ചോദ്യത്തിൽ പാർത്ഥൻ നാക്ക് കടിച്ചുപോയി. വെള്ളമടിയോ? വെള്ളമടിയൊന്നുമില്ല മോളെ. അപ്പോ പാർത്ഥേട്ടൻ ഇപ്പൊ പറഞ്ഞതോ? ഞാൻ ഞാനൊന്നും പറഞ്ഞില്ല മോളെ. ഞാൻ ഓഫീസിലെത്തി, ഫോൺ വെക്കുകയാണ്. മോളും ഫോൺ വെച്ചിട്ട് ക്ലാസ്സിലേക്ക് കയറിക്കോ. ബാക്കി അവൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ സാധിക്കും മുന്നേ തന്നെ പാർത്ഥൻ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇതേ സമയം പാർത്ഥൻ പറഞ്ഞ വാക്കുകളിൽ ഞെട്ടി നിൽക്കുകയായിരുന്നു സിദ്ധി. അവൻ ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി എന്നുള്ളതും ഒപ്പം വെള്ളമടി കൂടി തുടങ്ങി എന്നറിഞ്ഞതും പിന്നീട് ഒരു നിമിഷം കൂടി അവൾക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. കോളേജിലേക്കുള്ള ബസ് വന്നിട്ടും അതിൽ കയറാതെ അവൾ തൊട്ടു മുന്നിലെ ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നൊരു ഓട്ടോ വിളിച്ചു. എവിടേക്കാ? ഓർക്കിഡ് ഫ്ലാറ്റ്സ്. അവിടേക്ക് പോണം. ഫ്ലാറ്റിന് മുന്നിലേക്ക് വന്നിറങ്ങുമ്പോൾ കുറച്ചു മുന്നേ കോളേജ് ബസ് മിസ് ചെയ്തപ്പോഴും ഓടിപ്പോയി ഓട്ടോയിൽ കയറുമ്പോഴും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ധൈര്യം അവളിൽ ബാക്കിയുണ്ടായിരുന്നില്ല. കൊച്ചെ, ഫ്ലാറ്റിന്റെ ഭംഗി പിന്നെ നോക്കാം. ആദ്യം ഇത്തിരി ഒന്ന് ഇറങ്ങിയിട്ട് ആ കാശിങ് തന്നേ. അല്പം മുഷിഞ്ഞ അയാൾ പറഞ്ഞപ്പോഴാണ് ഇത്രയും നേരമായി ഓട്ടോയിൽ നിന്ന് പോലും ഇറങ്ങാതെയാണ് പുറത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ന് അവൾ ഓർത്തത്. സോറി ഏട്ടാ. പുറത്തേക്കിറങ്ങി കാശ് കൊടുത്തുകൊണ്ട് അവളുടെ നോട്ടം പിന്നെയും ഏറ്റവും മുകളിലെ ഫ്ലാറ്റിലേക്ക് പോയി. ഒരു തവണ അമ്മയ്ക്കൊപ്പം ഇവിടെ വന്നിട്ടുണ്ട്, ഏട്ടൻ ആദ്യമായി താമസിക്കാൻ തുടങ്ങുന്നതിന്റെ അന്ന്. അന്നും ഇതുപോലെ പേടിച്ചാണ് വന്നത്. പക്ഷേ അങ്കിൾ അന്നത് ഉയരം കൊണ്ടുള്ള പേടിയായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അത്രയും ഉയരത്തിന് മുകളിലെ ഫ്ലാറ്റിനുള്ളിൽ ഇരിക്കുന്ന ആളെ പറ്റിയുള്ള ഭയമാണ് ഉള്ളിൽ ആകെ. ഏത് ഫ്ലാറ്റിലോട്ടാണ് മാഗം പോകേണ്ടത്? പകച്ചും കൊണ്ടുള്ള അവളുടെ നിൽപ്പ് കണ്ട് സെക്യൂരിറ്റി വന്ന് ചോദിച്ചതും അവൾ ഞെട്ടിക്കൊണ്ട് അയാളെ നോക്കി. മാഡം. നോക്കി നിൽക്കുന്നതല്ലാതെ മറുപടിയൊന്നും പറയുന്നില്ലെന്ന് കണ്ട് അദ്ദേഹം പിന്നെ വിളിച്ചു. അത് പിന്നെ പാർത്ഥേട്ടന്റെ ഫ്ലാറ്റ്. മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടോ എന്തോ അയാളുടെ നെറ്റിയിലെ ചുളിവുകൾ പിന്നെയും അവളെ പേടിപ്പിച്ചു. മനസ്സിലായില്ല. പാർത്ഥൻ, വൈകുണ്ഠം കമ്പനിയുടെ. അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഓ, പാർത്ഥൻ സാർ. അതുവരെ ഉണ്ടായിരുന്ന ആശങ്ക മാറി അയാളുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. പാർത്ഥൻ സാറിന്റെ ആരാണ് കുഞ്ഞ്? ആ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമായിരുന്നു പാർത്ഥേട്ടൻ ആൾക്ക് എത്രത്തോളം പ്രിയങ്കരനാണെന്ന്. അനിയത്തിയാണ്. അതോടെ കേട്ടതും ആ കണ്ണുകളിലെ ആശങ്ക മാറി അവിടെ ഒരു തരം വാത്സല്യം നിറഞ്ഞ പോലെ തോന്നി അവൾക്ക്. പാർത്ഥൻ സാർ ഫ്ലാറ്റിൽ കാണും. എന്ന് ഞാൻ വന്നിട്ടാണ് ആള് ജോലിക്ക് പോകാറ്. മോൾക്ക് മുറി അറിയാമായിരിക്കുമല്ലോ അല്ലേ? അയാളുടെ സംസാരം കേട്ടതും ഏട്ടൻ ഇനി പോയില്ലേ എന്നൊരു ആശങ്കയിലായിപ്പോയി പെണ്ണ്. അപ്പോഴേക്കും അയാള് നേരിട്ട് ഫ്ലാറ്റ് കാണിച്ചു കൊടുക്കാൻ എന്ന പോലെ മുന്നിൽ നടന്നു. അതുകൊണ്ട് തന്നെ പിന്നാലെ അയാൾക്കൊപ്പം പോകാതെ തരമില്ലെന്നായി പെണ്ണിന്. കുറച്ചു മുന്നേ വരെ വംശിയെ എങ്ങനെ നേരിടുമെന്ന് ചിന്തിച്ചവൾക്ക് ഇപ്പം പാർത്ഥൻ കൂടി അതിൽ ആഡായി. ലിഫ്റ്റിലേക്ക് കയറി ഫ്ലോർ നമ്പർ ഞെക്കി അയാൾ കൂടി ഒപ്പം വരാന്ന് പറഞ്ഞതും അവൾ വളരെ സ്നേഹത്തോടെ അത് നിരാകരിച്ചു. മുകളിൽ ചെല്ലുമ്പോൾ രണ്ടുപേരും കൂടി തന്നെ കാണുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ മറ്റൊരാളും കൂടി കാണാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് പറയുന്നതാകും സത്യം. അങ്ങനെ അത്രയും ടെൻഷനോടെയാണ് അവൾ ലിഫ്റ്റിൽ നിന്നും ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ പേടികൊണ്ട് കൈയും കാലും വിറയ്ക്കുന്നുണ്ട്. ഹൃദയം പോലും സ്പന്ദനം നിർത്താം എന്നൊരവസ്ഥ. എല്ലാത്തിനുമപ്പുറം ഏട്ടൻ തന്നെ അവിടെ കണ്ടാലുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ. ഈ നിമിഷം വേണമെങ്കിലും പിന്തിരിഞ്ഞ് ഓടിയാം എന്നതൊരു ചിന്ത. ഇത്രയുമൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അവളുടെ കാലുകൾ മുന്നിലേക്ക് ചലിക്കുകയാണ് ചെയ്തത്. അവസാനം പാർത്ഥന്റെ ഫ്ലാറ്റിന് മുന്നിലെത്തി സിദ്ധി. ഷാളിൽ തിരിപിടിച്ചു. ഇരു കൈകളും കൂട്ടിത്തിരുമ്മി. ചഞ്ചലപ്പെട്ടിരിക്കുന്ന മനസ്സിന്റെ വിചാരങ്ങളെ കടിഞ്ഞാണിട്ട് നിർത്താൻ പറ്റാതെ അവൾ ആഞ്ഞാഞ്ഞ് ശ്വാസമെടുത്ത് ആ വാതിലിലേക്ക് ഒന്ന് നോക്കി. അവസാനം രണ്ടും കൽപ്പിച്ച് കോളിംഗ് ബെല്ലിൽ കൈയമർത്തി അവൾ. 2-3 തവണ അമർത്തിയിട്ടും ആരും തുറക്കുന്നില്ല എന്ന് കണ്ടതും അവൾക്ക് വല്ലാതെ സങ്കടം വരുന്നുണ്ടായിരുന്നു. കാരണം അത്രയ്ക്കും ആഗ്രഹിച്ച് ഓടി വന്നതാണ്. ഒടുവിൽ അവസാന തവണ എന്ന പോലെ ഒരിക്കൽ കൂടി പെണ്ണ് വിരലിൽ കൊണ്ട് അത് അമർത്തി. ആഗ്രഹത്തോടെ ആദ്യം നിന്നവളെ നിരാശയാക്കിക്കൊണ്ട് ആ വാതിൽ അവൾക്ക് മുന്നിൽ തുറന്നില്ല. സങ്കടത്തോടെ തിരിഞ്ഞ് 2 സ്റ്റെപ്പ് വെച്ചതും പിന്നിലായി ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടു. വേഗത്തിൽ തിരിഞ്ഞു നോക്കിയതും
പെണ്ണ് കാണുന്നത് തന്റെ പ്രിയപ്പെട്ടവനെയാണ്. മനസ്സും ഹൃദയവുമൊക്കെ ഒരുപോലെ നിറഞ്ഞ അവസ്ഥ. ഈ നേരം വരെ കരയിൽ പിടിച്ചിട്ട മത്സ്യത്തെ പോലെ പിടഞ്ഞ മനസ്സിലേക്ക് പെരുമഴ വീണ പ്രതീതി. എന്നാൽ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ വാതിൽ പകുതി തുറന്നിട്ട് തിരിഞ്ഞു പോകുന്നതിനെ കണ്ട് സിദ്ധിയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. വീട് ക്ലീൻ ചെയ്തിട്ട് ഡോർ അടച്ചിട്ട് പൊക്കോളൂ, അല്ലാതെ ഇതുപോലെ കോളിംഗ് ബെൽ ഇങ്ങനെ അടിച്ച് എന്നെ ഡിസ്റ്റർബ് ചെയ്താൽ. വീട്ടിൽ ജോലിക്ക് വരുന്ന വ്യക്തിയാണെന്ന് കരുതി വംശി സംസാരിച്ചു തുടങ്ങിയത്. പക്ഷെ തിരിച്ച് മറുപടിയൊന്നും കേൾക്കുന്നില്ല എന്ന് കണ്ട് കുറച്ചു മുമ്പേ ഉണ്ടായ ഇറിറ്റേഷനിൽ പിന്നിലേക്ക് തിരിഞ്ഞവൻ കാണുന്നത് അവനെ മിഴി ചിമ്മാതെ നോക്കി നിൽക്കുന്നവളെയാണ്. ഒരു നിമിഷം അവന്റെ ആ നേരം വരെ ഉണ്ടായിരുന്ന ഉറക്കം വാതിൽപ്പടി കടന്ന് ഓടിപ്പോയി. ധാത്രി! മെല്ലെ ആ ചുണ്ടുകൾ ചലിച്ചു. ഒപ്പം മുന്നിൽ കാണുന്നത് സ്വപ്നമല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി അവൻ അവൾക്കരികിലേക്ക് നടന്നെത്തുകയും ചെയ്തു. ധാത്രി! മെല്ലെ തള്ളവിരൽ കൊണ്ടവളുടെ കവിളിൽ നിന്ന് തഴുകിക്കൊണ്ട് ചുണ്ടുകൾ മെല്ലെ പറഞ്ഞു. കാരണം കഴിഞ്ഞ 3 ദിവസമായി ഏറ്റവും കൂടുതൽ താൻ സ്വപ്നം കണ്ടതും അരികിലുണ്ടെന്ന് വെറുതെയെങ്കിലും പ്രതീക്ഷിച്ചത് ഈ നിൽക്കുന്നവളെയാണ്, ഈ ഒരു പെണ്ണിനെ മാത്രം. പക്ഷെ ഓരോ തവണയും അവളെ കൈപ്പിടിയിൽ ഒതുക്കാൻ പോകുന്ന നേരത്ത് മായ പോലെയോ മഞ്ഞു പോലെയോ പുക പോലെയോ ഒക്കെ അവൾ തനിക്കരികിൽ നിന്നും മാഞ്ഞു പോകും. ആ നേരമുണ്ടാകുന്ന ദേഷ്യം ഭൂമിയാകെ കത്തിച്ചാമ്പലാക്കാൻ തോന്നും. അതുകൊണ്ട് തന്നെ മുന്നിൽ നിൽക്കുന്നത് സ്വപ്നമാണോ സത്യമാണോ എന്നുറപ്പിക്കേണ്ട ആവശ്യം ആ നിമിഷം അവനിൽ വല്ലാതെ വന്ന് നിറഞ്ഞു. ഇതേ സമയം മുന്നിൽ നിന്ന് തന്റെ കവിളിനെ തഴുകിയവനെ കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുകയായിരുന്നു സിദ്ധിയും. വർഷങ്ങൾക്ക് ശേഷം കാണുന്ന പോലെ അവൾ അവനെ നോക്കി നിന്നു. അവന്റെ കണ്ണുകളും ഒരു നിമിഷം അവളിൽ നിന്ന് മാറിയില്ല. ഇത്തിരി നേരം വേണ്ടിവന്നു വംശിക്ക് തലേന്നത്തെ കെട്ടിറങ്ങി മുന്നിൽ നിൽക്കുന്നവളെ അടിമുടി നോക്കി ഒന്ന് ഉറപ്പുവരുത്താൻ. ഒരിക്കൽ കൂടി അവന്റെ വിരലുകൾ അവളുടെ കവിളിനെ തഴുകിപ്പോയി. ഇത്തവണ പക്ഷേ അവളുടെ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നെങ്കിലും കണ്ണുകളിലാകെ സന്തോഷമായിരുന്നു. കണ്ണു തിറച്ച് പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ടതും ആ നേരം വരെ മനസ്സറിഞ്ഞ് സന്തോഷിച്ചിരുന്നവന്റെ മുഖം ഒരു നിമിഷം കൊണ്ട് വലിഞ്ഞു മുറുകി. അവളെ ഒന്ന് കടുപ്പിച്ചു നോക്കി അവൻ വെട്ടിത്തിരിഞ്ഞ് മുറിയിലേക്ക് പോകാൻ പോയതും മറ്റൊന്നും ആലോചിക്കാതെ അവൾ ഓടിപ്പോയി അവനെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചിരുന്നു. എന്തിനാ ഈ ദേഷ്യം? അവളുടെ കൈകൾ തന്റെ നെഞ്ചിൽ നിന്ന് അഴിച്ചുമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൻ ആ പെണ്ണിനെ ദേഷ്യത്തോടെ നോക്കി. സഹിക്കാൻ പറ്റുന്നില്ല, എന്നോടിങ്ങനെ പിണങ്ങല്ലേ വിച്ചേട്ടാ. ഇങ്ങനെയൊന്നും എന്നോട് പറയുന്നതിനൊപ്പം തന്നെ പെണ്ണ് ഏങ്ങി ഏങ്ങി കരഞ്ഞു. അതുവരെ ബലത്തോടെ അവളുടെ കൈവിരലുകളെ അഴിച്ചു മാറ്റാൻ ശ്രമിച്ചവൻ പെണ്ണിന്റെ ഏങ്ങലടിയുടെ ചീളുകൾ കാതിലേക്ക് വന്നതും അവന്റെ കൈകൾ അവളിൽ നിന്ന് മയഞ്ഞു. തന്റെ പിന്നിൽ അവളുടെ കണ്ണുനീര് പതിക്കുന്നതിന്റെ ചൂടറിഞ്ഞത് അവന്റെ ഹൃദയത്തിലാണെന്ന് തോന്നിയവന് ആ ഹൃദയം തുടിച്ചു. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പെണ്ണിന്റെ ഈ വരവ്. അതുകൊണ്ട് തന്നെ അവളുടെ സാമീപ്യം തീർക്കുന്ന കുളിരവനെ ഒന്നുലച്ചു. വിച്ചേട്ടാ! പെണ്ണിന്റെ വിളി കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും കല്ലുപോലെ നിന്നതല്ലാതെ അവൻ തിരിഞ്ഞു നോക്കിയില്ല. എന്നെ ഒന്ന് നോക്കുമെങ്കിലും കൂടെ. അവൻ നേരെ നോക്കി നിൽക്കുന്നതല്ലാതെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല എന്ന് കണ്ടതും അവളുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു. വിച്ചേ! വിളിച്ചതും അവളുടെ 2 കൈകളും ഇരുവശത്തോടെയും അഴിച്ചുമാറ്റി അവൻ മുറിയിൽ കയറി വാതിൽ വലിച്ചടച്ചു. അവന്റെ ആ പ്രവൃത്തിയിൽ സിദ്ധി തറഞ്ഞു നിന്നുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആ സെറ്റിയിലേക്ക് പടച്ചിരുന്നു. എന്നാൽ വാശി കാണിച്ച് ദേഷ്യത്തോടെ അകത്ത് കയറിയവന്റെ മനസ്സിൽ 1000 ചിന്തകളുടെ വേലിയേറ്റം നടക്കുകയായിരുന്നു ആ നിമിഷം. ഒരിക്കലും പുറത്തു നിൽക്കുന്നവളെ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനുമപ്പുറം പെണ്ണ് തന്നോട് ചേർന്ന് നിന്ന് കരഞ്ഞത് അവൻ മുടിയിഴകളിലൂടെ വിരല് കടത്തി വലിച്ചു പിടിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ അവളെ കാണാനിരുന്നപ്പോൾ ഉണ്ടായ ഭ്രാന്ത് പല രീതിയിലാണ് താൻ പ്രകടിപ്പിച്ചത്. പക്ഷേ അവൾ ഇപ്പോൾ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എത്ര ദേഷ്യം കാണിക്കണമെന്ന് വിചാരിച്ചിട്ടും അതൊന്നും പാരമ്യതയിൽ എത്തിക്കാൻ തന്നെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ള തോന്നലിൽ ഒരൊളിച്ചോട്ടം പോലെയാണ് മുറിയിലേക്ക് താൻ വന്നു. എങ്കിലും അവളോടുള്ള വാശി അല്പം പോലും മനസ്സിൽ നിന്ന് കുറഞ്ഞില്ല. തന്റെ വാക്കുകളെ ധിക്കരിച്ച് മറ്റുള്ളവർക്ക് അവളുടെ ജീവിതത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലേ? അവളുടെ അമ്മമ്മയുടെ വാക്കുകൾ അനുസരിക്കുമ്പോൾ തന്റെ വാക്കുകളെ അവൾ മറന്നു എന്നല്ലേ അർത്ഥം? അവളുടെ മുഖം കണ്ട് മനസ്സിലെവിടെയോ ഉണർന്ന സന്തോഷത്തെ അവന്റെ വാശി വന്ന് പ്രതിരോധിച്ചു. തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവൻ നേരെ ബാത്റൂമിലേക്ക് കയറി. ഇന്നലത്തെ കെട്ട് പൂർണ്ണമായും വിട്ടിട്ടില്ല.
അതുകൊണ്ട് തന്നെ കുറെ നേരം തണുത്ത വെള്ളത്തിന്റെ അടിയിൽ അങ്ങനെ നിന്നു. അലസമായാണ് കുളിച്ചിറങ്ങിയത്. അല്പം മുന്നേ വരെ കിടമ്പിച്ചു നിന്നിരുന്ന മുഖത്ത് എന്തിന്റെയൊക്കെ ഒരു അയവ് വന്നിട്ടുണ്ട്. ഉടുത്തിരുന്ന ടർക്കി അഴിച്ചുമാറ്റി ഒരു ഷോർട്സും വൈറ്റ് ഷർട്ടും എടുത്തിട്ടു. പാതിയിലധികം തുറന്നിട്ട ബട്ടണുകൾ അവൻ കണ്ണാടിയുടെ മുന്നിലേക്ക് ചെന്ന് മുടി വെറുതെ ഒന്ന് കോതി. ഒപ്പം ഏതോ ഡിയോഡ്രന്റ് ശരീരത്തിലാകെ അടിച്ചുകൊണ്ട് അവൻ വാതിൽ തുറന്നു. പുറത്തേക്കിറങ്ങി ചുറ്റുപാടും കണ്ണുപായിച്ചപ്പോൾ അവളെ അവിടെയും കണ്ടില്ല. ആ നിമിഷം വരെ മുഖത്തുണ്ടായിരുന്ന ഭാവം മാറാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ദേഷ്യത്തിൽ ധൃതിയിൽ 2 ചുവട് വെച്ചതും കണ്ടു സോഫയിൽ കുനിഞ്ഞിരിക്കുന്നവളെ. നിമിഷം കൊണ്ട് അവന്റെ മുഖം ശാന്തമായി. ദേഷ്യം വഴിമാറി അവിടെയാകെ വാശി നിറഞ്ഞു. അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാത്തവൻ അവളിരുന്ന സോഫയുടെ മുന്നിലുള്ള കസേരയിലേക്ക് പോയിരുന്നു. അതുവരെ കുനിഞ്ഞിരുന്നവൾ അരികിലറിഞ്ഞ സാമീപ്യത്തിൽ മുഖം ഉയർത്തി നോക്കി. കഴിഞ്ഞ 3-4 ദിവസമായി തന്നെ ഓരോ നിമിഷവും വരിഞ്ഞു മുറുക്കിയ ചിന്തകളുടെയും വിഷമങ്ങളുടെയും ഒക്കെ ആകെയുള്ള ഉത്തരമാണ് മുന്നിലിപ്പോൾ ഇരിക്കുന്നത്. പക്ഷെ അവൻ തന്നെ ഒന്ന് നോക്കുന്നു പോലുമില്ല. ഈ മുഖം ഒന്ന് കാണാൻ വേണ്ടിയാണ് ഇന്ന് വരെ ചെയ്യാതിരുന്ന പല കാര്യങ്ങളും ഇന്ന് ചെയ്തത്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല എന്ന് തോന്നിയവൾക്ക് അവളുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു. അതുവരെ അവളെ നോക്കുന്നില്ല എന്ന ഭാവത്തിൽ കസേരയിരുന്നവൻ പെണ്ണിന്റെ മുഖം പിന്നെയും വാടുന്ന കണ്ടതും അവളെ ഒരു നോട്ടം നോക്കിക്കൊണ്ട് തൊട്ടപ്പുറത്തെ കസേരയിലേക്ക് വന്ന് ഫോൺ നോക്കാൻ തുടങ്ങി. അവൾ മെല്ലെ എഴുന്നേറ്റ് അവനരികിലേക്ക് ചെന്നിരുന്നു. വിച്ചേട്ടാ. ഏട്ടാ, എന്നോട് പിണങ്ങിയിട്ടാണോ വീട്ടിൽ വരാത്തത്? അടുത്ത് ചെന്നിരുന്ന് അവന്റെ കൈപ്പത്തിയിലേക്ക് മെല്ലെ തൊട്ട് ആ മുഖത്തേക്ക് നോക്കി അത്രയും സങ്കടത്തോടെയാണ് പെണ്ണ് ചോദിച്ചത്. പക്ഷെ അവളുടെ കൈ തട്ടിമാറ്റി വംശി തിരിഞ്ഞിരുന്നതല്ലാതെ ആ മുഖത്തേക്ക് അവൻ നോക്കിയില്ല. അതുകൂടെ ആയതും സിദ്ധിക്ക് സങ്കടം സഹിക്കവയ്യാതെ അവൾ അവിടെ നിന്നും എഴുന്നേറ്റു. സോഫയിലിരുന്ന ബാഗും എടുത്തവൾ തിരിഞ്ഞു നടക്കാൻ പോയപ്പോഴാണ് വംശി അവൾ പോവുകയാണെന്ന് കണ്ടത്. ഒറ്റ നിമിഷം കൊണ്ട് അവൻ ചാടി എഴുന്നേറ്റു. അല്പം മുന്നേ വരെ ഉണ്ടായിരുന്ന ഭാവം മാറി അവിടെ ദേഷ്യം കൊണ്ട് മുഖമാകെ ചുവന്നു. നിന്നോട് പിണങ്ങി വീട്ടിൽ വരാതിരിക്കാൻ നീ എന്റെ ആരാണ്? തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയവള് പൂർണ്ണമായും മുഖം തിരിക്കും മുന്നേ അറിഞ്ഞത് കൈത്തൊടയിൽ അമരുന്ന അവന്റെ വിരലുകളെയാണ്. വേദനയിൽ അവളുടെ മുഖം ചുളിഞ്ഞു. വിച്ചേട്ടാ, പറയടി, നിന്നോട് പിണങ്ങി വരാതിരിക്കാൻ മാത്രം നീ എന്റെ ആരാണെന്ന്. ദേഷ്യം കൊണ്ട് അലറുമ്പോഴും അവന്റെ കൈത്തൊടയിലെ പിടി അയഞ്ഞില്ല. മറിച്ച് അല്പദൂരം അകലമുണ്ടായിരുന്നത് പൂർണ്ണമായും അവന്റെ നെഞ്ചിലോട്ട് ഒട്ടിച്ചേരും പോലെ പെണ്ണിനെ അവൻ ആ നെഞ്ചിലേക്ക് അങ്ങ് ഒതുക്കി. പാറധാത്രി, എന്റെ ഊണും ഉറക്കവും ദേഷ്യവും വാശിയും ഒക്കെ നിയന്ത്രിക്കാൻ പാകത്തിൽ നീ എന്റെ ആരെങ്കിലും ആണോ? ഇമകൾ പോലും കൂട്ടുമുട്ടുന്ന രീതിയിൽ അവൻ അവളെ തന്നിലേക്ക് ഒതുക്കി ചേർത്ത് പിടിച്ചപ്പോൾ അറിയാതെയാണെങ്കിലും അവളുടെ വിരലുകൾ അവന്റെ നെഞ്ചിലേക്ക് ആഴത്തിൽ മുറിവേൽപ്പിക്കും പോലെ പിടിമുറുക്കിയിരുന്നു. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്ത എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.